ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിനാണ് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുട്ട വേണ്ട, ഓവണ്, ബീറ്റർ, മൈദ, അങ്ങനെ സാധാരണ കേക്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഈ കേക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആരുണ്ടാക്കിയാലും എന്തായാലും സക്സസ് ആവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 2 പാക്കറ്റ് ബോർബൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിലുള്ളത് 8 പീസാണ്. അപ്പോൾ അതുപോലത്തെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള കേക്കിന് നമുക്ക് 16 ബിസ്ക്കറ്റാണ് ആവശ്യം. നമുക്കിത് 2 പാക്കറ്റും മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അത് നല്ല പൗഡർ എന്ന് പറഞ്ഞാൽ മൈദപ്പൊടിയെല്ലാം പോലത്തെ ആ ഒരു പൗഡർ ഭാഗത്തിന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഇതുപോലെ നമുക്ക് രണ്ടും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് പ്ലെയിൻ ആയിട്ടാണ്, അതായത് കേക്കിൻ്റെ മേലെ വിപ്പിംഗ് ക്രീമൊന്നും ചേർക്കുന്നില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. ആ ബിസ്ക്കറ്റ് ഗ്രൈൻഡറിൽ ഇടുന്ന സമയത്ത് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താൽ മതി, നന്നായിട്ട് പൊടിയായി കിട്ടും. കാരണം ഇതിന് ഒരു ചെറിയൊരു നോർമൽ മധുരമേ ഉള്ളൂ. അപ്പോൾ പാല് കൂടി ചേർക്കുമ്പം കുറച്ച് മധുരം കുറവായി തോന്നും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുത്താലും മതി. തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഞാനൊരു 3/4 കപ്പിൻ്റെ അടുത്ത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്ത് നോക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി അതിൻ്റെ ഒരു പരുവം നോക്കുക. കാരണം സാധാരണ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവാണെങ്കിൽ പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കേണ്ട. അപ്പോൾ നല്ല കട്ടിയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു പീസ് ബട്ടർ പേപ്പറും പിന്നെ ബട്ടറും ഒക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല റിബൺ പോലെ വീഴുക, അതാണ് കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്കൊരു പഴയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് കൊടുക്കുക. കാരണം ഇത് ഡയറക്റ്റ് തീയിലേക്കല്ല വെച്ച് കൊടുക്കുന്നത്, ഒരു പാനിൻ്റെ മേലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു പാൻ നന്നായിട്ട് ചൂടാക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് കൊടുത്ത് വെക്കുക. നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിവിടെ ക്ലീനാണ്. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് തണുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര സോഫ്റ്റാണെന്ന്. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് കേക്ക് ഉണ്ടാക്കിയതിൽ ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ചേർത്താണ് അവർക്കിഷ്ടം. അതുകൊണ്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ചേർത്ത് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പഞ്ചസാര ഇടാതിരുന്നത്, കാരണം കുട്ടികൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.